കുറച്ച് ദിവസം സാധാരണ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അതിനു മുമ്പ് തന്നെ പല വിദ്യാലയങ്ങളിലും സെന്റ് ഓഫുകളൊക്കെ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ എളേറ്റിലായാലും താമരശ്ശേരി GBHSലായാലും ഒക്കെ സെന്റ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ സുരക്ഷിതമായി ആ സെന്റ് ഓഫിന് ശേഷം കുട്ടികൾ വീട്ടിലെത്തിയെന്ന് പ്രധാന അധ്യാപകരൊക്കെ ഉറപ്പിക്കുകയും അതൊക്കെ വളരെ സേഫായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു ട്യൂഷൻ സെന്ററിൽ നടത്തിയ പരിപാടിയിലാണ് ഈ കുട്ടിക്ക് എങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെന്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ്. എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ DJ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് രണ്ട് വിദ്യാലയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ബഹുമാനപ്പെട്ട DGയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും ഇന്നലെ തന്നെ അതിന്റെ വിവരങ്ങൾ തേടിയിരുന്നു. പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ തുടർച്ചയുള്ള മറ്റു കാര്യങ്ങൾ നിയമപരമായി ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് കുട്ടികൾ. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം കൂടി വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ല, സംഘർഷത്തെക്കുറിച്ച് ഇപ്പൊ കുട്ടികൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല. കാരണം എന്താണ് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. പക്ഷെ അത് ഈ രീതിയിലുള്ള ഒരു ക്യാൻവാസിംഗ് നടത്തുന്ന രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഉള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് അത് കാണേണ്ടത്. അങ്ങനെയാണ് കാണുന്നത്. ഇവർ ആസൂത്രണത്തോടെ വന്നു എന്നാണ് അതെ. എന്തായാലും പിന്നെ മരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോൾ അത് ഭീകരമായ, പ്രത്യേകിച്ച് തലക്ക് ഭീകരമായ ആക്രമണം തന്നെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, ഈ അന്വേഷണത്തിലെ ഈ വിദ്യാർത്ഥികളുടെ പൂർവ്വകാല ചരിത്രം അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ രക്ഷിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അത് പോലീസ് നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളതിൽ ചില അത്തലത്ത് പോകാൻ സ്വകാര്യ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരിപാടി നടത്താൻ പറയുന്നത്. അപ്പൊ അതിൽ അന്വേഷണം, വിദ്യാഭ്യാസ അന്വേഷണം അതിലുണ്ടോ? അല്ല, അതിൽ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ പരിമിതികളുണ്ട്. അതൊക്കെ നോക്കണം. അതൊക്കെ അധ്യാപകനെതിരെ എന്തെങ്കിലും നടപടി അന്വേഷണ പരിധിയിൽ വന്നാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നടപടി. ഞായറാഴ്ച അവിടെ പ്രശ്നമുണ്ടായി. വ്യാഴാഴ്ചയാണ് അടിപിടി കൂടുന്നത്. ഞായറാഴ്ച അവിടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല, ട്യൂഷൻ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷെ എന്നിരുന്നാലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരൊക്കെയാണ് ഈ ട്യൂഷൻ തുടങ്ങുന്നത്, എവിടെയാണ്, എന്തിനാണ് ആ ട്യൂഷന്റെ ഒരു ആവശ്യകത, അതെല്ലാം തന്നെ ആ തലത്തിലാണ് പോകേണ്ടത്. അത് പോലീസ് തലത്തിലല്ലേ. അധ്യാപകരുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തല നടപടിയുണ്ട്. സർ, മന്ത്രിക്ക് എപ്പോഴത്തേക്ക് പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് ഉദ്ദേശിച്ചത്? അത് നമ്മളിപ്പോ ഇതൊക്കെ കഴിഞ്ഞൊന്ന് കൃത്യമായിട്ട് നോക്കണം, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ HMO ഇവിടെ ഉണ്ട്, അവരൊക്കെ അന്വേഷിച്ചു, പ്രാഥമികമായ അന്വേഷണം ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ 15 വയസ്സേ ഉള്ളൂ. ഇതിപ്പം ഈ കൊലപാതകത്തിന് കാരണമായ സംഭവങ്ങൾ കണ്ടെത്തുക, കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടുതൽ നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായും നടത്തേണ്ടതുണ്ട്. ഇതൊരു സെന്റ് ഓഫ് എന്ന് പറയുന്ന പരിപാടിയാണ്. സ്കൂളിൽ എന്തായാലും അതൊരു വൈകാരികമായിട്ടുള്ള ഒരു വിടപറയലാണ്. അതിലപ്പുറത്തേക്ക് നമ്മളൊരു പാർട്ടി നടത്തുക, അങ്ങനെ ആ രീതിയിൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. അത് വൈകാരികമായിട്ടുള്ള ഒരു വിടപറയലാണ് നമ്മൾ സാധാരണ നടത്താറ്. ഇത് അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്.